എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നിങ്ങൾക്ക് കാണുന്നവരിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ ഒരു 1 ഇയറോളം മുന്നേ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ എൻ്റെ ഒരു ഫേസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ അത്യാവശ്യം മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും എൻ്റെ മുഖത്തിൻ്റെ ആ ഒരു കരിവാളിപ്പ് കണ്ടില്ലേ? ഇത് സൂര്യപ്രകാശം അടിച്ചിട്ട് ടാൻ അടിച്ചിട്ട് ഒന്നും ഉണ്ടായിട്ടുള്ള കരിവാളിപ്പല്ല. ഞാനൊരു വൈറ്റനിങ് ക്രീം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്രീമിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. അതായത് ആ ഒരു ക്രീം ഇടയ്ക്ക് വെച്ചിട്ട് വൈറ്റനിങ് ക്രീംസിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങൾ, ക്യാൻസർ ഉണ്ടാവുന്നുണ്ട്, കിഡ്നി പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോൾ രൂക്ഷമായിട്ടുള്ള ആ ഒരു വൈറ്റനിങ് ക്രീമിൻ്റെ സൈഡ് എഫക്ട്സ് അറിഞ്ഞ് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് എനിക്കൊരു 1 വീക്ക് കൊണ്ടിട്ട് കിട്ടിയ ഒരു ബോണസാണ് എൻ്റെ ഈ ഒരു മുഖത്തിൻ്റെ അവസ്ഥ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറയാം. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് എനിക്ക് എൻ്റെ മുഖത്തിൻ്റെ ഈ ഒരു വീഴ്ച ഉണ്ടായപ്പോഴാണ് ശരിക്കും എൻ്റെ മുഖത്തിന് എന്തുമാത്രം സൗന്ദര്യം ഉണ്ടായിരുന്നു എന്നെനിക്ക് തിരിച്ചറിവുണ്ടായിരുന്നത്. അതിലേക്ക് എനിക്ക് തിരിച്ചെങ്ങനെയെങ്കിലും എൻ്റെ ഫേസ് കൊണ്ടുവരണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ചെയ്യാത്ത പൊടിക്കൈകളൊന്നുമില്ല. നമ്മളായിട്ട് നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് കിട്ടുന്ന അങ്ങാടിക്കടയിലൊക്കെ കിട്ടുന്നത് പരിശുദ്ധമായിട്ടുള്ള സാധനങ്ങളൊക്കെ തേച്ചിട്ട് നമ്മളുടെ മുഖത്തിന് വരുന്ന മാറ്റമാണ് ഏറ്റവും നല്ല മാറ്റം. അത് നല്ല വെളുത്തു കൊടുക്കാനെന്നല്ല, നമ്മളുടെ മുഖത്തിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ കുറേ പൊടിക്കൈകളിലൊക്കെ ചെയ്ത് എൻ്റെ മുഖത്തിന് ഏതാണോ നല്ല എഫക്റ്റീവായിട്ടുള്ളത് എന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ച് അത് മാസങ്ങളോളം 6, 7, 8 മാസങ്ങളൊക്കെ എടുത്തിട്ടാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഫേസ് എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്കുള്ള എൻ്റെ ഒറിജിനൽ കളറിനെയും കാട്ടി കുറച്ചും കൂടെ നല്ലൊരു മുഖത്തിന് ഒരു തിളക്കവും ഒരു ഭംഗിയൊക്കെ നമ്മളുടെ ഈ ഒരു നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അത് നമ്മുടെ അടുക്കളയിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളാവും. ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ടിൻ്റെ നീര്, കൂരവിൻ്റെ പൊടി അതൊക്കെ മുഖത്ത് തേച്ചാൽ നമ്മളുടെ മുഖത്തിൻ്റെ സൗന്ദര്യം നിലനിർത്തുന്ന ടൈപ്പ് സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്യുന്ന നിങ്ങളുണ്ടെങ്കിൽ യൂസ് ചെയ്യാതിരിക്കുക. അപ്പം എന്തരം കിട്ടുന്നൊരു സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ഭാവിയിൽ അത് നമുക്ക് ഭയങ്കരയേറെ ദോഷം ചെയ്യും. ഞാനും കുറേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു വൈറ്റനിങ് ക്രീംസ്. പക്ഷേ ഇപ്പോൾ പക്ക ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്തു. എൻ്റെ മുഖത്തിന് ആ ഒരു സൈഡ് എഫക്ട്സ് ആണ് നിങ്ങൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം എന്തുമാത്രം വൃത്തികെട്ടൊരു മുഖമായിരുന്നു എന്നുള്ളത്. അത് ശരിക്കും നമുക്ക് ജന്മനാ കിട്ടുന്ന ഒരു കറുത്ത മുഖത്തിനുള്ള ഐശ്വര്യം അതിനില്ല. കറുപ്പ് വെളുപ്പ് എന്നൊരു താരതമ്യമല്ല ചെയ്യുന്നത്. നമ്മളുടെ മുഖത്തിൻ്റെ കളറിനെ നമ്മൾ വീണ്ടും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ക്രീമുകളൊക്കെ ഉപയോഗിച്ചിട്ട്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ നാച്ചുറൽ റെമഡീസ് ഫോളോ ചെയ്യുക. നല്ല നല്ല ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന എൻ്റെ മുഖമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഇങ്ങനെ യൂസ് ചെയ്ത് പിന്നെ സ്കിൻ കെയർ ചെയ്യുക. നമ്മളുടെ മുഖത്തിന് ആവശ്യമായിട്ടുള്ള വെയിലത്തിറങ്ങുമ്പോൾ നല്ല സൺസ്ക്രീൻ, മോയ്സ്ചറൈസറും ടോണറും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണുന്നൊരു മുഖത്തിലേക്ക് എൻ്റെ മുഖം എത്തിയത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് വിചാരിച്ചാണ് കേട്ടോ. ഞാൻ അന്ന് പണ്ട് വെറുതെ എടുത്ത് വെച്ചാണ് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പം വീണ്ടും കുറേ ആൾക്കാർ ഇത്രയൊക്കെ നമുക്ക് വിവരം വെച്ചിട്ടും വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്യുന്ന ആൾക്കാരെ എനിക്ക് പരിചയത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിർത്തുക. ഇതിന് ശേഷം വെയിലത്തൊന്നും ഇറങ്ങാൻ എനിക്കൊരു മടിയില്ല. ക്രീം യൂസ് ചെയ്യുമ്പോൾ വെയിലത്ത് ഇറങ്ങാനേ പാടില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മുഖം ഡള്ളാവും. അതുകൊണ്ട് തന്നെ ആരും ഇനിയും ഈ വൈറ്റനിങ് ക്രീമിൻ്റെ ചതിക്കുഴിയിൽ വീഴാതിരിക്കുക. ഇതുപോലെ മുഖം എപ്പോഴും നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് കെയർ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ടോ? യൂസ് ചെയ്യുന്നവർ നിർത്തുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം നമുക്ക് ഒരിക്കലും ഇങ്ങനെ ടെമ്പററി ആയിട്ടുള്ളൊരു സാധനം നമ്മളുടെ മുഖത്തിനെ പെർമനൻ്റ് ആക്കി വെക്കില്ല. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കുക. പിന്നെ എന്താ പറയുക, എപ്പോഴത്തെ പോലെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഞാൻ വെളുക്കാൻ നോക്കി വൈറ്റനിങ് ക്രീം തേച്ചു അഹങ്കാരമാണെന്നൊന്നും പറഞ്ഞ് കമൻറ്റ് ഇടണ്ട. അതൊക്കെ ഓരോ പ്രായത്തിൻ്റെ ബുദ്ധികേടായിട്ട് വിചാരിച്ചാൽ മതി. അപ്പോൾ ഓക്കെ, ബൈ.